ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നോട്ട്സ് ബിയുടെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന നമുക്കൊരു പുതിയൊരു സീരീസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. കാർപ്പാറയ്ക്ക് മൾട്ടിപ്ലയർ എന്ന സീരീസ് ആണ് ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലുകൾ അങ്ങ് അടിച്ചങ്ങ് കുറിച്ചോ ഗൈസ്. ഗൈസ്, നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമുക്കൊരു കാറുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കാറ്. നമ്മളിതങ്ങ് ഫുൾ ടാങ്ക് അടിക്കണം. കാരണം നാളെ നമുക്കൊരു ഷോറൂം വരെ പോകാനുണ്ട്. നമ്മളൊരു താറും അല്ലേ ഒരു സിവിക്കോ എടുക്കാൻ നമ്മൾ പോകുവാണ് നാളെ. അപ്പം നാളെ നമ്മൾ എടുക്കാൻ കഴിഞ്ഞ് വേണ്ടി ഇപ്പോൾ നമുക്ക് ഇപ്പോഴേ ഒന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ടേക്കാനാണ്. ഇല്ലേ രാത്രിക്കൊക്കെ ഭയങ്കര പാടായിരിക്കുള്ളൂ. ഇപ്പോൾ കേസ് നമ്മൾ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ ഇൻറ്റീരിയർ കാണിച്ചു തരാം. കേസ് ഇത് പുതിയൊരു സീരീസാണ് നമ്മൾ തുടങ്ങിയേക്കുന്നത്. കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 1 ആണ്. 2 നമ്മൾ എപ്പോഴും കളിക്കുന്നതായിരിക്കും. ഇപ്പോൾ കേസ് ഇതാണ് ഇൻറ്റീരിയറാണ്, കിഡിൽ ഇൻറ്റീരിയറാണ്. ഇപ്പോൾ കേസ് നമുക്ക് നേരെ പോകുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഒന്ന് മാപ്പ് ഇടണം. ഞാൻ കാരണം ഫസ്റ്റ് ടൈമല്ലേ കളിക്കുന്നത്, അതുകൊണ്ട് മാപ്പ് ഇടണം. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് കയറ്റി ഇട്ടിട്ട് നമുക്ക് മാപ്പ് എടുത്തിട്ട് പോവുക. അവിടുത്തെ ആൾക്കാർ വല്ലതും പറയായിരുന്നാൽ മതിയായിരുന്നു. ഇപ്പം നമ്മൾ നേരെ മാപ്പ് എടുക്കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലെന്ന് എനിക്ക് അറിയത്തില്ല. കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, മാക്സിമം നിങ്ങൾ കാണും. അപ്പോൾ ഗൈസ്, എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. നമ്മുടെ വോയിസ് വെച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. ഞാനത് ഫസ്റ്റ് ടൈമാണ് ചെയ്യണം. അപ്പോൾ ചില ഇന്ത്യയിലൊക്കെ പ്രശ്നങ്ങൾ കാണും, സംസാരിക്കണം. നമ്മൾ മാപ്പ് ഇടുവാണ്. മാപ്പ് ഇട്ടും തോന്നുന്നു. മാപ്പ് ഇട്ടിട്ടില്ല. അപ്പം മാപ്പ് ഇട്ട് നമ്മൾ നേരെ റിവേഴ്സ് എടുക്കുവാണ്. റിവേഴ്സ് എടുക്കട്ടെ, ഗിയറൊക്കെ ചേഞ്ച് ചെയ്ത് സീനാണ്. ഇത് നല്ല രസമാണ്. മൾട്ടിപ്ലെയർ ഉണ്ട്. വേസ്റ്റ് പിന്നെ നിങ്ങളുടെ ID കമൻറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ ID കമൻറ്റ് ചെയ്തേക്കാം. നിങ്ങളെന്നെ ഫ്രണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഫ്രണ്ടാക്ക്. പിന്നെ തോന്നുന്നു നിങ്ങൾക്ക് വല്ല വേണ്ടാത്ത കാറാ നല്ല വല്ലതും ഉണ്ടെങ്കിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇടണം. പിന്നെ ഇത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം ഗൈസ്. അപ്പോൾ ഞാൻ ഒറ്റക്കാണ് കളിക്കുന്നത്. എനിക്ക് അങ്ങനെ ഇതൊന്നുമില്ല. ഞാൻ മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ക്ലാനിന് തുടങ്ങണം. നമ്മളിനി മീറ്റപ്പൊക്കെ വെക്കുന്നതിന് കുറേ കാറുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോകാം. പിന്നെ ഗൈസ് കുറച്ച് ലാഗ് കാണും. മാപ്പ് ഒക്കെ ലോഡ് ചെയ്തിട്ടില്ല, ലോഡായി വരുന്നതേ ഉള്ളൂ. അത് ലാഗിൻ്റെ കുഴപ്പം കാരണമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ പെട്രോൾ പമ്പിലോട്ട് പോകാം. ഇവിടെ അടുത്തുണ്ടെങ്കിൽ ഓക്കെ. ഞാൻ ഇച്ചിരി ദൂരെയാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇത് കിഡിയ വണ്ടിയാണ്. ഞാൻ കുറേ മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നല്ല രസമാണ് എനിക്ക് വണ്ടി. പോളയാണ്. പിന്നെ നമ്മൾ നാളെ എടുക്കുന്ന പറഞ്ഞില്ലേ യെസ് വീട്ടിൽ ഞാൻ പറയാവേ. അതിന് മുമ്പ് നമുക്ക് ആദ്യം പെട്രോൾ പമ്പിലോട്ട് കയറ്റാം. ഇൻഡിക്കേറ്ററൊക്കെ ഇടുന്നുണ്ട്. പെട്രോൾ പമ്പിൽ കയറ്റിയിട്ട് ഞാൻ ഫുൾ പെട്രോൾ അടിക്കുന്ന ആ സമയത്ത് നിങ്ങൾക്ക് വേണേൽ വണ്ടി ഇറങ്ങി ഒന്ന് കാണിച്ചൊക്കെ തരാം. ഇപ്പം നമ്മുടെ ഇടുവാണ് പെട്രോൾ പമ്പിലോട്ട് ധാരെ കയറ്റി. അതേ റീഫ്യൂവറിങ്ങും പറഞ്ഞ് എഴുതി കാണിച്ച് വയസ്സിപ്പോൾ നമ്മൾ അതിനുമ്പോൾ വണ്ടി ഓഫ് ചെയ്യണം. വണ്ടി ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങത്തുള്ളൂ. ലൈറ്റ് ചിലപ്പോൾ കിടക്കുമായിരിക്കും. ഇല്ല, ലൈറ്റ് ഓഫായി കിടക്കുള്ളൂ. ഇതാണ് നമ്മുടെ കാറ്. അത്യാവശ്യം അകത്തൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. തൂണിയെല്ലാം ചെയ്തിട്ടുണ്ട്. പുറത്ത് ഒരു തീ പോലെ സാധനം അത് 2 സൈഡ് വെച്ചിട്ടുണ്ട്. ഫുൾ ബ്ലാക്ക് കിഡിലും വണ്ടിയാണ്. അപ്പം ഇപ്പോൾ 10-25 നമുക്കൊരു മൊബൈലൊക്കെ ഉണ്ട്, കാർഗോ എല്ലാം ഉണ്ടായത്, ടാക്സി. ഇപ്പം അതേ എഴുതി കാണിക്കും 84 രൂപയാണെന്ന് പറഞ്ഞാൽ കഴിച്ച് ഇപ്പോൾ കാണിച്ച് 84 രൂപയാണ് റീഫ്യൂലിങ്ങും പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ ആദ്യം വണ്ടി എടുക്കുന്നു. വണ്ടി എടുത്ത് പിന്നെ നമുക്കൊരു ഡോണട്ട് കടയിലോട്ട് പോകണം. കട തുറന്നിട്ടുണ്ടായില്ല എന്ന് എനിക്കറിയത്തില്ല. നമുക്കറിയാൻ പോയി നോക്കാം. കാരണം ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഗൈസ്. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഗൈസ് നമുക്ക് നേരെ പോയി ഒരു ഡോണറ്റിൻ്റെ കടയിൽ പോകാം. നമുക്ക് ഡോണറ്റ് കട ആദ്യം തുറന്നിട്ടുണ്ടെന്ന് നോക്കട്ടെ. മാപ്പിൻ്റെ അത് നോക്കിയപ്പം തുറന്നിട്ടുണ്ടെന്നാണ്. ഇപ്പം ഇങ്ങനെ അടച്ചാലേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മൾ എത്താറായെന്ന് തോന്നുന്നു ഗൈസ്. ഇതാണ് കാറിൻ്റെ ഒരു വെള്ളം ബാക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇച്ചിരി തള്ളി നിൽക്കുന്ന ടൈപ്പാണ് വെള്ളം. ചെറുതായിട്ട് വഴിയൊന്ന് തെറ്റിയിട്ടുണ്ട്. കറങ്ങി പോകേണ്ട അവസ്ഥയായി ഗൈസ്. എന്ത് കഷ്ടമാണ്. രസമാകുമ്പ എത്തിന്ന് തോന്നുന്നു. ഗൈസ് എത്തി. കുറെ കാറൊക്കെ കിടപ്പുണ്ട് ഗൈസ്. എന്തോ പച്ച കളറുള്ള സാധനം, എനിക്കറിയത്തില്ല എന്തുവാന്ന്. കമൻ ബിലോ എന്തോന്ന് പറഞ്ഞ എന്തോന്ന് തിരിഞ്ഞാന്ന് തോന്നുമ്പോഴാണ്. എന്തായാലും കട തുറന്നിട്ടില്ല ഗൈസ്. ജനാലയൊക്കെ തുറന്ന് കിടപ്പുണ്ട്. ആരുമില്ലേ? ഹലോ, ആരുമില്ലേ ഗൈസ്? ആരുമില്ല ഗൈസ്. ഓടി ആരുമില്ല ഗൈസ്. നമുക്ക് പോയേക്കാം. ഞാൻ ഉച്ചക്കത്തെ അവിടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം.
അതായിരിക്കും. പാരഡൈസ് നല്ല കാറൊക്കെ കിടപ്പുണ്ട് ഗൈസ്, സെയിം കാറൊക്കെ കിടക്കുന്നു. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞു തന്നില്ലേ ഇവർക്ക് താറും സിവിക്കും എടുക്കുന്നുണ്ട്. അത് ഏത് കളർ അടിക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ ഇതിലൊരു ബ്ലാക്ക് അടിച്ചാലോ എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ബ്ലാക്കോ ഇല്ലൊരു ഗ്രീൻ മോഡൽ, ബ്ലാക്കും ഗ്രീനും കൂടി മിക്സഡായിട്ടുള്ള മോഡൽ, ഹെവി ബ്ലൂ ടൈപ്പ്, ഇതിലൊന്ന് അടിക്കണം. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അതേ അടിക്കുക. ഏറ്റവും കൂടുതൽ കമൻറ്റ് ലൈക്ക് കിട്ടും. ഏതാണ് അതിനെ വണ്ടിക്ക് അടിക്കുന്ന. പിന്നെ നിങ്ങൾ പറ സിവിക്ക് എടുക്കണോ താർ എടുക്കണമെന്ന്. താറിന് നിങ്ങൾ ഒരുപാട് മോഡിഫിക്കേഷൻ കുഴപ്പമുണ്ട്, ഇതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. സിവിക്കിൻ്റെ ഇല്ലെന്നല്ല, ഉണ്ട്, എല്ലാം ഉണ്ട്. സിവിക്കിൻ്റെ ആണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മൾ പറപ്പിക്കുകയാണ്. നമുക്ക് പറപ്പിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും ഹൈവേ കൂടെ, അത് വരെ പറപ്പിക്കലായിരിക്കും. സൈഡിലൊക്കെ കുറേ കാറ് കിടപ്പുണ്ട് ഗൈസ്. പിന്നെ നിങ്ങൾക്കറിയാലോ നമുക്ക് ട്രാഫിക്കൊന്നും ഒരു ബാധകമേ ഇല്ല. നമ്മൾ ട്രാഫിക് ഇട്ടാൽ നമുക്കൊരു ട്രാഫിക് പോയിസും ഇല്ല. നമുക്ക് നേരെ പോവുക, നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് കട തുടങ്ങി രാവിലെ തന്നെ ഷോറൂമിൽ പോയി ബുക്കും പേപ്പറൊക്കെ സൈനൊക്കെ ചെയ്യണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അതൊക്കെ വീഡിയോ എടുക്കുന്നതായിരിക്കും. ചിലപ്പോൾ എൻ്റെ കൂടെ വേറൊരുത്തനും കൂടെ കാണും. തോന്നുന്നു ഒരുത്തനെ വിളിച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്, കാണുമായിരിക്കും. ഇപ്പം നമുക്ക് നേരെ പറപ്പിച്ച് വിടാം. എനിക്ക് തോന്നുന്നു ഗൈസ് ചെറുതായിട്ടൊന്ന് വഴി കയറ്റി ഗൈസ്. ചുമ്മാ റൈറ്റോട്ട് എടുക്കണം. നമ്മൾ നേരെ പോകുന്നു. നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് റൈറ്റോട്ട് വിടാം. ഇപ്പോഴും ആ ലാഗൊന്നും മാറിയിട്ടില്ല. ലാഗ് ഇപ്പോഴും ഉണ്ട്. കാണിച്ചു കഴിയുമ്പോൾ ശരിയായിക്കോളും. കൈസം അങ്ങനെ വീട് വെച്ചിട്ടുണ്ട്. നമ്മൾ വീട് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ ഒരു കൂട്ടു ഫ്രണ്ടിൻ്റെ വീടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അവൻ്റെ വീട്. നേരെ അടുത്താണ് നമ്മുടെ വീട്. ഇപ്പൊക്കെ നേരെ അങ്ങോട്ട് കയറ്റുക. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കാറാണ്, അതിൻ്റെ കാറല്ല. അതല്ല കാറിൻ്റെ മുമ്പിൽ. അതിൽ ഇന്നലെ പോകാൻ നേരത്തെ ഒരുത്തൻ്റെ അടുത്ത് ഇട്ടേച്ചാണ്. അവനെ നടക്കും കൊടുക്കണം. ഞാൻ പറയില്ല ഒരു കൂട്ടുകാരൻ്റെ അത് അവൻ്റെ കാറാണ് ഗൈസ്. അതാ അവൻ്റെ കാറ് ഗൈസ്. പിന്നെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടിയിൽ നിന്ന് കാണിച്ചു കേട്ട് പിന്നെയാണ് നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ മോഡിഫിക്കേഷൻ കാണിക്കാൻ സാധനം. ടൂണ് ഞങ്ങൾക്ക് ജഡ്ജ് സാധനം സൗണ്ട് വെപ്പിച്ചതരാം വണ്ടിയുടെ എപ്പോഴും സാധനമാണ്. അപ്പം ഇതാണ് ഞാൻ നമ്മളിനി പുറകെ കിടക്കുന്നതാണ് വണ്ടി. ആ BMW നമ്മളൊന്നുമില്ല, അതാരും കമൻ്റൊന്നും ചെയ്യേണ്ടത് നമ്മളൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഇതാണ് വണ്ടി, സെയിം വണ്ടിയാണ്. നമ്മൾ ഇനി അകത്തോട്ട് കയറിയിട്ട് ഞാൻ പറഞ്ഞ സാധനം ആ ടൂണിന് സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം ഗൈസ്. ഞാൻ സൗണ്ട് കേൾപ്പിച്ചു തരാം. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. വണ്ടി ഒന്ന് ഓണാക്കട്ടെ. വണ്ടി ഇച്ചിക്കൂടെ സൂം ചെയ്ത് കാണിച്ചതേ ഗൈസ്. എനിക്ക് കേട്ടോളൂ വണ്ടിയുടെ സൗണ്ട്. പറഞ്ഞ ആ വണ്ടിയുടെ സൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു, ബൈ.